بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല വജഹു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇവിടെ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് കൗമാരം, യൗവനം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള വിഷയമാണ്. ഈ ഒരു വിഷയം സംസാരിക്കുന്നതിന് മുമ്പ്, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ആമുഖമായി മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം, നമ്മൾക്ക് ഈ ദുനിയാവ് എന്നുള്ള ഐഹികമായ ഈ ജീവിതം എന്നുള്ളത്, അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് ഈ ഒരു വിഷയത്തിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ ആമുഖമായി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. എന്നുവെച്ചാൽ ഈ ഐഹികമായ ജീവിതം നൈമിഷികമാണ്. വളരെ പെട്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്ക് ചെറുപ്പത്തിൽ ഓർമ്മയില്ലാത്ത, നമ്മൾ എന്താണ് പറഞ്ഞതെന്നും ചെയ്തതെന്നും ഓർമ്മയില്ലാത്ത ഒരുപാട് കാലഘട്ടങ്ങൾ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങൾക്ക് ശേഷം നമ്മൾക്ക് നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളൊന്ന് കണക്കാക്കി നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ വന്ന സമയങ്ങളുണ്ട്, ഉറങ്ങിത്തീർത്ത ഒരുപാട് സമയങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റ് പ്രയാസങ്ങളും നമ്മൾ ആഗ്രഹിക്കാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയങ്ങളൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ജീവിച്ചു എന്ന് പറയാൻ പറ്റുന്ന കാലഘട്ടം നമുക്ക് വളരെ കുറച്ചേ കാണാൻ സാധിക്കും. നമ്മുടെ ഉറക്കവും രോഗവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഐഹികമായ ജീവിതം, നമ്മൾ ഇവിടെ ജീവിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കുക ഈ ഒരു 15-16 കൊല്ലത്തിനിടയ്ക്ക് ഒരു 3 വർഷമോ അല്ലെങ്കിൽ ഒരു 4 വർഷമോ മാക്സിമം. ബാക്കിയൊക്കെ നമ്മുടെ ഉറക്കത്തിലും രോഗത്തിലും അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയില്ലാത്ത പ്രായത്തിലുമൊക്കെയായി കഴിഞ്ഞുപോയി. എന്നുവെച്ചാൽ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയാറുണ്ട്, ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ വഇദാ അംസൈത ഫലാ തൻതദിരിസ് സ്വബാഹ്. നീ രാവിലെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല, വൈകുന്നേരമായി കഴിഞ്ഞാൽ രാവിലെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ജീവിതം ഇത്രയും നൈമിഷികമായ ജീവിതമാണ്. ഏറിപ്പോയാൽ 100 കൊല്ലം ജീവിക്കും. എന്നാൽ പോലും നമ്മൾക്ക് ഈ ജീവിതത്തിൽ, ഐഹികമായ ദുനിയാവിയായ ജീവിതത്തിൽ എത്ര വർഷം ജീവിക്കും എന്ന് ഒരാൾക്കും ഉറപ്പു പറയാൻ സാധിക്കുകയില്ല. വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകാൻ നമ്മുടെ ചെറുപ്പമോ യൗവനമോ ഒന്നും തടസ്സമല്ല. നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ചെറുപ്പമല്ലേ, എനിക്കെന്ത് രോഗമുള്ളത്, എന്ത് പ്രശ്നമുള്ളത്. രോഗമോ വയസ്സാവുകയോ ഒന്നും മരിക്കാൻ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു രോഗമില്ലാതെ തന്നെ മരിച്ചു പോകുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ജീവിതം, ഈ ഒരു നൈമിഷികമായ ജീവിതം, വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമുള്ള ഈ ജീവിതം, ഈ ജീവിതം ഇത്രയും ചെറിയ കാലഘട്ടമാണ് നമുക്ക് മനസ്സിലാക്കാൻ വളരെ സഹായിക്കുന്നൊരു കാര്യമാണ് ആഖിറത്തിന്റെ വലിപ്പം. ആഖിറത്തിന്റെ വലിപ്പം, ആഖിറം എന്നുള്ളത് ഒരിക്കലും അവസാനിക്കുന്നതേയില്ല. സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും. ഈ സ്വർഗ നരകങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് ആളുകൾ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലും ദുനിയാവിൻ്റെ 50,000 വർഷത്തിന് സമാനമായ കാലഘട്ടം. ഒന്നാലോചിച്ച് നോക്കിയേ. ഈ വിചാരണ ആരംഭിച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, നരകത്തിൽ പ്രവേശിക്കുന്നതൊക്കെ പിന്നെയാണ്. ഇതെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ
എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വ്യക്തി അവന്റെ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലും ഈ ദുനിയാവിന്റെ 50,000 വർഷങ്ങളുടെ അത്രയാണ്. അത്രയും എന്താ പറയുക, നമുക്കൊരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കാത്തത്രയും വലിപ്പമുള്ള ഒരു കാലഘട്ടമാണ് ആഖിറ എന്നുള്ളത്. അവിടെ മരണം എന്നുള്ളതില്ല, അവിടെ പ്രായമാവുന്നില്ല, അവിടെ രോഗങ്ങൾ വരുന്നില്ല, ഉറങ്ങിപ്പോകുന്നില്ല. അതാണ് ആഖിറത്തിന്റെ പ്രത്യേകത. സ്വർഗത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, നരകത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ ദുനിയാവിന്റെ ഈ ഒരു ചെറിയൊരു സമയം, വളരെ ചെറിയൊരു കാലഘട്ടം, ഈ കാലഘട്ടം നമ്മളൊന്ന് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ താല്പര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾക്ക് കാലാകാലം, കോടിക്കോടി വർഷങ്ങൾ, അറ്റമില്ലാത്ത കാലങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമുക്ക് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം, എന്തും കഴിക്കാം, എങ്ങോട്ടും പോകാം, എന്തും കേൾക്കാം. ഇങ്ങനെ നമുക്ക് ഉദ്ദേശിക്കുന്ന, ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഒരു സമയത്തും അവസാനിക്കാത്ത രൂപത്തിൽ നമുക്ക് ആസ്വദിച്ചു കൊണ്ടേയിരിക്കാം. എങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ കാലഘട്ടം, ഈ ഒരു ചെറിയൊരു കാലഘട്ടം നമ്മളൊന്ന് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് എല്ലാ കാലത്തും, അറ്റമില്ലാത്ത കാലഘട്ടങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അയാൾ ഈ ദുനിയാവിൽ ഏറ്റവും അധികം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്ന ഒരാളാണ്. എല്ലാ നിലയ്ക്കും ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ, രോഗം, വിശപ്പ്, വേദന, മറ്റ് പരിഹാസങ്ങൾ, അങ്ങനെ എല്ലാ നിലയ്ക്കും ഈ ദുനിയാവിൽ ഏറ്റവും അധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്ന ഒരാൾ. അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കും. എന്നുവെച്ചാൽ ഒരു കണ്ണ് അടച്ചു തുറക്കുന്ന നേരം അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കും, ഒന്നും വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് പോലെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നെ ഏറ്റവും അധികം പ്രയാസങ്ങൾ സഹിച്ച ആ വ്യക്തിയോട് ചോദിക്കും, നീ എന്തെങ്കിലും പ്രയാസങ്ങൾ ദുനിയാവിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ഇല്ല റബ്ബേ, ഞാൻ ഒരു പ്രയാസവും ദുനിയാവിൽ അനുഭവിച്ചിട്ടില്ല എന്ന് പറയും. കാരണം ആ ഒരൊറ്റ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് അവൻ ദുനിയാവിലെല്ലാ പ്രയാസങ്ങളും മറന്നുപോയി, എല്ലാം മറന്നുപോയി. അതേപോലെ തന്നെ നേരെ തിരിച്ചുണ്ട്. ഹദീസിന്റെ ബാക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ഏറ്റവും അധികം സുഖ സൗകര്യങ്ങളിൽ, ആർഭാടങ്ങളിൽ, സമ്പത്തിൽ, പ്രശസ്തിയിൽ, ആരോഗ്യത്തിൽ, എല്ലാം കൊണ്ടും ഏറ്റവും അധികം നല്ല രൂപത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നരകത്തിലൊന്ന് മുക്കിയെടുക്കും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, നീ എന്തെങ്കിലും ദുനിയാവിൽ അനുഭവിച്ചിട്ടുണ്ടോ, ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയില്ല റബ്ബേ, ഞാൻ ദുനിയാവിൽ ഒരു ഖൈറും ആസ്വദിച്ചിട്ടില്ല എന്ന് പറയും. കാരണം ആ ഒരൊറ്റ കണ്ണടച്ച് തുറക്കുന്ന സമയം അവന്റെ എല്ലാ കാര്യങ്ങളും, ആസ്വാദനങ്ങളും മറന്നുപോകും. അപ്പൊ ഈ ദുനിയാവെന്നുള്ളത് അത്രയും നൈമിഷികമാണ്. അതെന്ത് ചെയ്യില്ല, നമുക്ക് ആഖിറുമായി ഒരു നിലയ്ക്കും തട്ടിച്ചു നോക്കാൻ, കമ്പയർ ചെയ്യാൻ പറ്റൂല. വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്ന ഒരു കാര്യമാണ് ദുനിയാവ്. നിങ്ങൾക്കത് സംശയം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, നിങ്ങളുടെ വീട്ടുകളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിലുള്ള പ്രായമുള്ള 60, 70, 80 വയസ്സുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക. അവരോട് നിങ്ങൾ അവരുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചാൽ അവരതിനെപ്പറ്റി സംസാരിക്കുക ഇന്നലെയോ മിന്നാന്നോ ഒരു വർഷം മുമ്പോ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പോലെയാണ്. അവർ എത്രയോ 50, 60 വർഷം മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുക. ഇന്നലെ കഴിഞ്ഞു പോയ പോലെ ഉണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടന്നതുപോലെയുണ്ട് എന്നവർ സംസാരിക്കുന്ന കേൾക്കാം. അത്രയേ ഉള്ളൂ ഈ ദുനിയാവ്. നരകക്കാർ നരകത്തിൽ പ്രവേശിക്കുമ്പോൾ എന്താ പറയുക, ഇല്ല അശീയത്തൻ ഔ ദുഹാഹ, ഞങ്ങൾ ദുനിയാവിൽ ഒരു
രാത്രിയോ അല്ലെങ്കിൽ ഒരു പകലോ അത്രേ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് നരകക്കാരെന്ത് ചെയ്യും? പറയും. ചുരുക്കി പറഞ്ഞാൽ ഈ ദുനിയാവ് എന്നുള്ള ദുനിയവിയായ ജീവിതം എന്നുള്ളത് വളരെ ചെറിയൊരു ജീവിതമാണ്. വളരെ ചെറുതാണ്, വളരെ നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കെ വഴിയിൽ എന്ത് ചെയ്യാണ്? ഒരു ചത്തുപോയ, ഒരു ചെവി മുറിഞ്ഞ വൈകല്യമുള്ളൊരു ആടിനെ കാണുകയാണ്. ഈ ആടിന്റെ മറ്റേ ചെവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ച് തൂക്കിക്കൊണ്ട് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്നിൽ നിന്ന് ആരാണ് ഈ ആടിനെ ഒരു ദിർഹമിന് അല്ലെങ്കിൽ ഒരു ദീനാറിന് വാങ്ങിക്കുക എന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ റസൂലെ, ഈ ആട് ചത്തുപോയ ആടാണ്, ചത്ത ജീവനില്ലാത്ത ആടാണ്. അത് മാത്രമല്ല, ഈ ആടിന് വൈകല്യമുണ്ട്. ഈ ആട് ജീവൻ ഉണ്ടെങ്കിൽ തന്നെയും ആരും എന്ത് ചെയ്യില്ല? ഈ ആടിനെ വാങ്ങുകയില്ല. ശ്രദ്ധിക്കണേ, ഈ ആട് ജീവനോടുള്ള ആടാണെങ്കിൽ പോലും ഈ വൈകല്യമുള്ള ആടിനെ ആരും ഒരു ദീനാറിന് വാങ്ങിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ആട് എത്രത്തോളം വില കുറഞ്ഞതാണോ അതിനേക്കാൾ വില കുറഞ്ഞതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവ് എന്നുള്ളത്. അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ആടിന് എത്രത്തോളം വില ആയിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നത് അതിനേക്കാൾ വില കുറഞ്ഞതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവ്. അല്ലേ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ കാഫറിന് പോലും ഒരിറ്റ് വെള്ളം കൊടുക്കില്ലായിരുന്നു ഈ ദുനിയാവ്. അല്ലെ? അള്ളാഹുവിനെ ധിക്കരിച്ച്, അള്ളാഹുവിനെ ചീത്ത വിളിച്ച്, അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹു പറഞ്ഞത് അനുസരിക്കാതെ അള്ളാഹുൽ വിശ്വസിക്കാതെ നടക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾ കണ്ടിട്ടില്ല? അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ദുനിയാവിലുണ്ടോ? അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറയുന്ന, അങ്ങനത്തെ എത്ര ആളുകളുണ്ട് ഈ ദുനിയാവിൽ? അവർക്ക് യാതൊരു പ്രയാസം ഈ ദുനിയാവിലില്ല. അവർ ഈമാൻ സ്വീകരിക്കാത്തത് കൊണ്ട് അവർക്ക് പട്ടിണി നേരിടേണ്ടി വരുന്നുണ്ടോ? രോഗങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടോ? മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? ഈ ദുനിയാവ് എന്നുള്ളത് അത്രയും വില കുറഞ്ഞതായതുകൊണ്ടാണ്. ഈ ദുനിയാവ് എന്നുള്ളത് അത്രയും നിസ്സാരമായതുകൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു യാഥാർത്ഥ്യ ബോധം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പറയുന്ന വിഷയങ്ങൾ നമ്മൾക്ക് ശരിയായ രൂപത്തിൽ അതിൻ്റെതായ പ്രാധാന്യത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. ഇത് ആമുഖമായി പറഞ്ഞത്, നമ്മൾക്ക് ഈ ആഖിറത്തിൽ ഏറ്റവും നല്ലൊരു ജീവിതം കിട്ടണമെന്നുള്ള ചിന്ത ഏറ്റവും നല്ലതിലേക്കായിരിക്കണം നമ്മുടെ ആഖിറത്തിൽ നമ്മുടെ ഹൃദയവും കണ്ണും നമ്മൾ നട്ടുവെക്കേണ്ടത് ഏറ്റവും നല്ലതിലായിരിക്കണം ആഖിറത്തിൽ. ശ്രദ്ധിക്കണേ, ദുനിയാവിൽ നമുക്ക് എത്ര തരം താഴ്ന്നതും എത്ര കുറച്ചുള്ള വളരെ മോശപ്പെട്ട കാര്യം എങ്ങനെയാണെങ്കിലും നമുക്കതൊരു പ്രശ്നമല്ല. സൗകര്യങ്ങൾ കുറവാണെങ്കിൽ കുഴപ്പമില്ല, ആരോഗ്യം കുറവാണെങ്കിൽ കുഴപ്പമില്ല, മറ്റ് എന്ത് പ്രശ്നങ്ങൾ നമുക്ക് ദുനിയാവിൽ എത്ര മോശപ്പെട്ട അവസ്ഥയാണെങ്കിലും നമുക്കത് കുഴപ്പമില്ലെന്ന് വെക്കാൻ സാധിക്കും, ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ. അതേസമയം ഈ ഒരു ബോധ്യമുള്ള ഒരാൾ ആഖിറത്തിൽ ഏറ്റവും നല്ലതല്ലാതെ അവന് കിട്ടാൻ അവൻ എന്ത് ചെയ്യില്ല? ആഗ്രഹിക്കൂല. ആഖിറത്തിൽ ഏറ്റവും നല്ലത്, സ്വർഗത്തിൽ കയറുമ്പോൾ സ്വർഗത്തിന്റെ ഏറ്റവും താഴെ ഒരു മൂലയ്ക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പിടിച്ച് കയറി എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്ത അവനുണ്ടാവില്ല. അതേസമയം അവർ ചിന്തിക്കുക, എനിക്ക് സ്വർഗത്തിൽ ഏറ്റവും മുകളിൽ, ഏറ്റവും വലിയ പദവി, ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ, അമ്പിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും തൊട്ട് താഴെ എനിക്കെത്തണം എന്നുള്ള ചിന്തയാണ് ഈ ഒരു യാഥാർത്ഥ്യ ബോധം ഉള്ള ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ഈ ദുനിയാവ്. ആഖിറത്തിൽ നമ്മൾ വിളവെടുക്കുന്ന സ്ഥലമാണ്.
അതിനുള്ള കൃഷി ഇറക്കേണ്ടത് ഈ ദുനിയാവിലാണ്. നമ്മൾ ഈ ഇവിടുന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രതിഫലനമാണ്, അതിൻ്റെ റിസൾട്ടാണ് ആഖിറത്തിൽ കിട്ടുക. ആഖിറത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കൂല. ശ്രദ്ധിക്കണം, ഒരൊറ്റൊരു പ്രവർത്തനവും നമുക്ക് ചെയ്യാൻ സാധിക്കൂല. നമ്മൾ ഈ ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യാമെന്നല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പടിഞ്ഞാറുന്ന് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരൊറ്റൊരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ചെയ്താൽ തന്നെയും അത് റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുമില്ല. റബ്ബ് അത് സ്വീകരിക്കൂല. അല്ലെ, നിങ്ങൾക്കറിയില്ല ഫിർഔന്റെ ചരിത്രം. അത്രയും കാലം ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഞാനാണ് അള്ളാഹു എന്നുള്ള വൃത്തികെട്ട വാക്ക് സംസാരിച്ച് അഹങ്കരിച്ച് നടന്ന അതേ ഫിർഔൻ തന്നെ തൻ്റെ മേൽ കടലിന്റെ വെള്ളം വന്ന് വീഴുന്ന ആ കാണുന്ന സന്ദർഭം, ആ യാഥാർത്ഥ്യം, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ അവൻ പറഞ്ഞത്, ഞാനിതാ മൂസയുടെയും ഹാറൂന്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിർഔൻ പറഞ്ഞപ്പോൾ അള്ളാഹ് തിരിച്ചു പറഞ്ഞ എന്താ, ആന, ഇപ്പോഴോ? ഇത്രയും കാലം നിന്നെ ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചിട്ട് നീ അതിനെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞ് അതിന്റെ ആളുകളെ ശത്രുത പ്രഖ്യാപിച്ച്, എന്നിട്ട് ഇപ്പോഴോ നീ എന്ത് ചെയ്യുന്നത്, നിന്റെ ഈമാൻ പ്രഖ്യാപിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനോട് ചോദിക്കാം. എന്നുവെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഈ ഒരു ദുനിയാവ് നമുക്ക് കിട്ടിയ ഗോൾഡൻ ചാൻസാണ്. ഈ ചാൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു ചാൻസും ഇല്ല. ഒരു കാര്യം നമ്മൾ പലതും ആഗ്രഹിക്കും. മരിച്ചു കഴിഞ്ഞാൽ ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു ഖുർആൻ സൂറത്ത് ഓതാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു റക്അത്ത് സുജൂദ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ നമുക്ക് പറ്റൂല, സാധിക്കൂല. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ചെയ്യാൻ സാധിക്കുക ഇപ്പോഴാണ്, ഈ ജീവിതത്തിലാണ്, ദുനിയവിയായ ജീവിതത്തിലാണ്. ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഈ ദുനിയവിയായ ജീവിതത്തിൽ എപ്പോഴും ഒരേ അവസ്ഥയിലല്ല നമ്മൾ ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു, ചെറുപ്പകാലഘട്ടമുണ്ട്, ഓർമ്മയില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുദ്ധി വളർച്ച ഏറ്റവും നല്ല രൂപത്തിൽ പൂർണ്ണമായി വളർന്നിട്ടില്ലാത്ത കാലഘട്ടമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു പക്വതയിലേക്കും പ്രായപൂർത്തിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാലഘട്ടമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാലഘട്ടം. അതിനുശേഷം കൗമാരം, യൗവനത്തിന്റെ കാലഘട്ടമുണ്ട്. അതിനുശേഷം വാർദ്ധക്യം. ഇങ്ങനെ പലതരത്തിലുള്ള കാലഘട്ടങ്ങൾ ഈ ദുനിയാവിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എന്തൊരു കാര്യവും ചെയ്യാൻ സാധിക്കുന്ന കാലഘട്ടമാണ് ഈ യൗവനം, കൗമാരം എന്നുള്ള കാലഘട്ടം. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ, അത് ചെയ്യാൻ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അതിന് ഏറ്റവും എളുപ്പത്തിൽ വഴങ്ങുന്ന കാലഘട്ടമാണ് ഈ കൗമാര കാലഘട്ടം, യൗവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് പിന്നീട് നമുക്ക് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഇപ്പൊ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും കുറച്ചുകൂടി കഴിഞ്ഞാൽ പറ്റണമെന്നില്ല. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാൻ സാധിക്കുന്ന അത്രയും പിന്നീട് നമുക്ക് ഒരുങ്ങാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഈ ഒരു സമയം, ഈ കൗമാര കാലഘട്ടം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാലഘട്ടം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, നീ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞത്, വശബാബക ഖബ്ല ഹറമിക്, നീ പ്രായമാകുന്നതിന് മുമ്പ് നിന്റെ ചെറുപ്പകാലഘട്ടം ഉപയോഗപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നുണ്ട്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യണമെന്നുണ്ടാവും, നിസ്കരിക്കണം എന്നുണ്ടാവും, സാധിക്കൂല. ദീൻ പഠിക്കണം എന്നുണ്ടാവും, സാധിക്കൂല. ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാവും, സാധിക്കൂല.
നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വരും കുറച്ച് കഴിഞ്ഞാൽ. ആ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഖേദിക്കും, അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇന്നിങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പല കാര്യങ്ങളും നമ്മൾ പലതിനെ പറ്റിയും ആലോചിച്ച് വിലപിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഖംസിൻ, ഒരാളുടെയും രണ്ട് പാദങ്ങൾ ഖിയാമത്ത് നാളിൽ അനങ്ങുകയില്ല, അതിന് മാറ്റാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് 5 ചോദ്യങ്ങൾ ചോദിച്ച് അതിന് തൃപ്തികരമായ മറുപടി അവനവന്റെ ജീവിതത്തിലൂടെ കാണിച്ചിട്ടല്ലാതെ. അതിൽ 5 ചോദ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അതിൽ 5 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം അവന്റെ ആയുസ്സിനെ പറ്റിയിട്ടാണ്. അവന്റെ ആയുസ്സിനെ പറ്റിയിട്ടാണ്. ഈ ആയുസ്സിനെ പറ്റി ചോദിച്ചിട്ട് പിന്നെ ചോദിക്കുന്ന ചോദ്യം അവന്റെ യൗവനത്തെ പറ്റിയിട്ടാണ്. ശ്രദ്ധിക്കണം, യൗവനം എന്നുള്ളത് ആയുസ്സിൽപ്പെട്ട കാര്യം തന്നെയാണ്. യൗവനം എന്നുള്ളത് ആയുസ്സിൽപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ ആയുസ്സിനെ പറ്റി മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ട് വീണ്ടും അവിടെ യൗവനത്തെ പറ്റി എടുത്തു പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ചെറുപ്പ കാലഘട്ടത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തവണ ചോദിക്കും. ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കഴിവിന്റെ മാക്സിമം ഈ പ്രായത്തിൽ നമ്മൾ പുറത്തെടുക്കണം, ദീന്റെ വിഷയത്തിൽ, ആഖിറത്തിന്റെ വിഷയത്തിൽ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചോദ്യം തന്നെ നമുക്കറിയാം. ആ ചോദ്യത്തിന് മറുപടി പറയുക എന്ന് തന്നെ അങ്ങേയറ്റ പ്രയാസമുള്ള കാര്യം. 2 തവണ ഒരു വിഷയത്തെപ്പറ്റി നമ്മളോട് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നമ്മൾക്കതിന് കൃത്യമായ മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം ഈ വിഷയത്തിൽ. നമ്മുടെ കഴിവിന്റെ പരമാവധി, മടിയും അലസതയും അല്ലെങ്കിൽ പിന്നീട് ചെയ്യാമെന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെച്ച് വളരെ വേഗത്തിൽ, വളരെ ശക്തിയോടുകൂടെ, ഉന്മേഷത്തോടുകൂടെ, ആവേശത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സുബ്ഹിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഹദീസിൽ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആളുകൾക്ക് അവന്റെ അർശിന്റെ തണലിട്ട് കൊടുക്കുന്നതിൽ ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞത് എന്താ? വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അവന്റെ ഇബാദത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്നതിലായിക്കൊണ്ട് വളർന്നു വന്ന ചെറുപ്പക്കാരൻ, ഷാബുൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചെറുപ്പത്തിൽ യുവാവായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിന് അത്രയും ഇഷ്ടമുള്ള കാര്യം അല്ലേ? ചില ഹദീസുകൾ കാണാം, അജിബ റബ്ബുന മിൻ ഷാബിൻ ലൈസ ലഹു സബ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുവെച്ചാൽ അള്ളാഹു അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ആരിൽ നിന്ന്? ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ ഹറാമിലേക്ക് നയിക്കുന്ന ഒരു മേഖലയുമില്ല. അവനെ ഹറാമിലേക്ക് നയിക്കുന്ന ഒരു മേഖലയും അവനില്ല. പക്ഷെ അവന്റെ വീക്ക്നെസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യവും അവനില്ല. അവൻ എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയങ്ങളിൽ മുഴുകുന്ന ഒരാളായി നിൽക്കുന്ന, കഴിച്ചുകൂട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെയുള്ള ചെറുപ്പക്കാരനെ പറ്റി അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ചെറുപ്പ കാലഘട്ടം നമ്മുടെ സലഫുകളുടെ മുൻഗാമികളുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അവർ ഈ ചെറുപ്പ കാലഘട്ടം വളരെയധികം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുഹരി റഹിമഹുല്ല അദ്ദേഹം പറയാറുണ്ട്, അൽ ഇൽമു ഫിസ്സിഗരി കന്നഖ്ശി ഫിൽ ഹജർ. അൽ ഇൽമു ഫിസ്സിഗരി കന്നഖ്ശി ഫിൽ ഹജർ. ചെറുപ്പത്തിലെ ഇൽമ് എന്നുള്ളത് അത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. ചെറിയ പ്രായത്തിൽ ദീൻ പഠിക്കുന്നത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ് എന്ന് ഇമാം സുഹരി റഹിമഹുല്ല പറയാറുണ്ട്. അപ്പൊ ചെറുപ്പകാലത്തുള്ള നമ്മുടെ
പ്രവർത്തനങ്ങൾ, അത് ഇബാദത്തുകളായിക്കോട്ടെ, ദീൻ പഠനമായിക്കോട്ടെ, അതെല്ലാം നമ്മൾക്ക് വലിയ പ്രതിഫലം, വലിയ എന്താ പറയാ, നല്ല അനന്തരഫലങ്ങളുള്ള നല്ല മാറ്റങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബി, ആ സ്വഹാബിയെ പറ്റി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലമാക്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവരെ ഉലമാക്കളെ എന്ത് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഉലമാക്കളിൽ പണ്ഡിതന്മാരിൽ അവരുടെ മുൻപിൽ ഒരു കല്ലെറിയുന്ന ദൂരത്തിൽ ആരുണ്ടാവും? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഉണ്ടാകും എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ഈ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുക്കൽ ദീൻ പഠിച്ച് യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച് പിന്നെയും ഒരുപാട് വർഷക്കാലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് 33 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രായം 33 വയസ്സാണ്. എന്നുവെച്ചാൽ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ പ്രായത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ വലിയ ദൂരങ്ങൾ, ആഖിറത്തിൽ വലിയ പദവികൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ വീടുകളിൽ വന്ന് താമസിക്കുകയും ദീൻ പഠിക്കാൻ അങ്ങേയറ്റം ഉത്സാഹം കാണിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള രൂപത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങളിലേക്ക് വളരെയധികം ഉന്മേഷത്തോടെ നമ്മൾക്ക് സഞ്ചരിക്കാൻ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടു കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്ന അനുഗ്രഹമായി ഈ ചെറുപ്പ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഈ കാലഘട്ടത്തെ വിനിയോഗിക്കാൻ ആദ്യമായി എന്നോടും പിന്നെ തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചെറുപ്പ കാലഘട്ടം ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റ് കാലഘട്ടങ്ങളിലേതുപോലെയല്ല. ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ, എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ആഗ്രഹങ്ങളെക്കാൾ മറ്റ് ഒരു കാലഘട്ടത്തിലും എന്ത് ചെയ്യില്ല, അത്രയധികം ആഗ്രഹങ്ങൾ കടന്നു വരികയില്ല. എന്നുവെച്ചാൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തെറ്റിച്ച് കളയുന്നതിൽ നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിന് വളരെയധികം പങ്കുണ്ട്. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, മിക്ക ആളുകളും വഴിതെറ്റിപ്പോകുന്നത് ഈ പ്രായത്തിലാണ്. മിക്ക ആളുകളും വഴിതെറ്റിപ്പോകുന്നത്, നരകത്തിന്റെ ആളുകളായി തീരുന്നത് ഈ പ്രായത്തിലാണ്. ഈ പ്രായത്തിലുള്ള ആളുകളെ പ്രത്യേകം കേന്ദ്രീകരിച്ചിട്ടുള്ള പല ചതിക്കുഴികളും ഇന്ന് വ്യാപകമാണ്. പ്രത്യേകിച്ച് ഇന്റർനെറ്റുകളിൽ, സോഷ്യൽ മീഡിയകളിൽ ഈ പ്രായക്കാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അജണ്ടകളും മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെയാണ് എവിടെയും എല്ലാ നിലയ്ക്കും. അത് സിനിമ, സീരിയലുകളാണെങ്കിലും, അതുപോലെ തന്നെ ഗെയിമുകൾ, അതുപോലെ തന്നെ പത്രങ്ങൾ, ഇങ്ങനെ എന്താ പറയാ, എങ്ങനെ നോക്കിയാലും ഏത് നിലയ്ക്ക് നോക്കിയാലും എല്ലാ വഴികളിലൂടെയും ഈ പ്രായത്തിലുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ, പിടികൂടാൻ, അവരുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള എല്ലാ നിലയ്ക്കുള്ള പരിശ്രമങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ചെറുപ്പക്കാര് അവര് ഫുട്ബോളിന് പുറകെയാണ്. ഫുട്ബോൾ അവർക്കൊരു ലഹരി പോലെ ആയിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ആ ഫുട്ബോളിന്റെ ആളുകൾ എപ്പോഴും അവരുടെ കാര്യങ്ങൾ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുക.
ആ കളികൾ എപ്പോഴും വീക്ഷിക്കുന്നവരായിരിക്കുക. ഫുട്ബോൾ ലോകകപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം പോലും ഒഴിവാക്കുക. ഇങ്ങനത്തെ ഫുട്ബോളിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കുന്ന ആളുകളായി തീർന്ന പല ചെറുപ്പക്കാരെ നിങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലേ, പബ്ജി പോലത്തെ പല ഗെയിമുകൾ, അതിന് വളരെയധികം അഡിക്റ്റായി അതിൽ തന്നെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഈ പ്രായത്തിലുള്ളവരുണ്ട്, ഈ പ്രായത്തിലുള്ളവർ ഉണ്ട്. അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മളാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ശ്രദ്ധിക്കണം, ഇത് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയാം. നിങ്ങളാണ് ടാർഗറ്റ്, നിങ്ങൾ ഓരോരുത്തരുമാണ് ടാർഗറ്റ്. ഈ അജണ്ടകൾ, ഈ കാര്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏത് തുറന്നാലും, വാട്സപ്പ് തുറന്നാലും ഇൻസ്റ്റഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഏറ്റവും കൂടുതൽ അതിൽ മുഴച്ചു നിൽക്കുക നമ്മളെ ഈ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന കാര്യങ്ങൾ. അത് അങ്ങനെ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതല്ല, അത് അവർ പ്രത്യേകം ആ ഒരു കാര്യം ലക്ഷ്യം വെച്ച് അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ പ്രത്യേകം ലക്ഷ്യം കരുതിക്കൊണ്ട്, അജണ്ടകൾ നിശ്ചയിച്ചുകൊണ്ട് അവർ കരുതി കൂട്ടി അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. അവരുടെ ലക്ഷ്യം നീയാണ് അവരുടെ ലക്ഷ്യം. നിന്നെ എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് തിരിച്ചു മാറ്റാം, അവനെ സംബന്ധിച്ചുള്ള വിശ്വാസവും മറ്റ് ചിന്തകളും നിന്നെ എങ്ങനെ അകറ്റാം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാണുന്ന കാര്യങ്ങളൊക്കെ അവർ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു അവബോധം നമുക്ക് വേണം. എൻ്റെ ചെറുപ്പകാലഘട്ടം ഞാനിങ്ങനെ സിനിമ കണ്ടും സീരിയൽ കണ്ടും മ്യൂസിക് കേട്ടും ഗെയിം കളിച്ചും ഇങ്ങനെയൊന്നും തീർക്കേണ്ട ഒരു കാലഘട്ടമല്ല. മറിച്ച് എനിക്ക് പലതും ചെയ്യാനുണ്ട് എൻ്റെ ആഖിറത്തിന് വേണ്ടി. കാരണം ഞാൻ ഈ ദുനിയാവിൽ അധിക കാലം ജീവിക്കുന്നവനല്ല, ഞാൻ ഇന്നോ നാളെയോ മരിച്ചു പോകേണ്ടവനാണ്. എന്നെന്നും ഞാൻ ജീവിക്കുന്ന ആ ഒരു ജീവിതത്തിലേക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ട, പ്രിപ്പയർ ചെയ്യേണ്ട ഈ സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂല എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ആ ബോധ്യത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവഗണിക്കുക. നമ്മൾ അതിലേക്കൊന്നും തിരിയണ്ട. നമ്മളെ ഒരു കാര്യം, ഒരു പ്രവർത്തനം, നമ്മളൊരു പേജ് തുറന്നാലോ വാട്സപ്പ് എടുത്താലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് നമ്മൾ ഹറാമിലേക്ക് എത്തിക്കുന്നുണ്ട് ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഹറാമുകളിലേക്ക് എത്തിക്കാത്ത കാര്യങ്ങളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം? മുഴുകുക. ചിലപ്പോൾ കൂട്ടുകെട്ടുണ്ടാവും, ഒരുപാട് കൂട്ടുകാരുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ സ്വാധീനിക്കുന്ന പല മേഖലകളും ഉണ്ടാവും. ചിലപ്പോൾ പാട്ടായിരിക്കും, ചിലപ്പോൾ സിനിമയായിരിക്കും, ചിലപ്പോൾ മറ്റെന്തെങ്കിലും വിനോദങ്ങൾ, ഗെയിമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളികളോ എന്തോ ആകാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ ആളുകളും നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹിദായത്തിലാക്കിയാൽ ഒരാൾക്കും നമ്മളെ വഴിതെറ്റിക്കാൻ സാധിക്കുകയില്ല. ശ്രദ്ധിക്കണേ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു എന്ന് നമ്മൾ ഖുതുബകളിൽ കേൾക്കാറുണ്ട്. അല്ലാഹു നമ്മളെ ഹിദായത്തിലാക്കിയാൽ പിന്നെ നമ്മളെ വഴിതെറ്റിക്കാൻ ഒരാൾക്കും സാധിക്കൂല. അത് ഈ ലോകത്തുള്ള എല്ലാ ഏജൻസികളും അജണ്ടയുടെ ആളുകളും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ശ്രമിച്ചാലും പരിശ്രമിച്ചാലും എന്തൊക്കെ പ്ലാനുകൾ അതിനുവേണ്ടി നടത്തിയാലും അവർക്ക് വഴിതെറ്റിക്കാൻ നമ്മളെ സാധിക്കുകയില്ല. അല്ലാഹുവാണ് നമ്മളെ ഹിദായത്തിലാക്കിയതെങ്കിൽ, അവൻ നമ്മളെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളെ വഴികേടിലാക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു ബോധ്യത്തോടു കൂടെ എപ്പോഴും അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിച്ചു കൊണ്ടിരിക്കാനും ഹിദായത്തിൽ നമ്മളെ അകറ്റി നിർത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാനും ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഇതിൽ ഒരുപാട് മേഖലകളുണ്ട്. വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞാൽ അത് സമയം ദീർഘിച്ചു പോകുന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതായി. ചുരുക്കത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അവസരം നമുക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഈ ചെറുപ്പം, യൗവനം, ഈ കൗമാരപ്രായം, ടീനേജ് പ്രായം. ടീനേജ് മാത്രമല്ല, ഇത് കഴിഞ്ഞാൽ വരുന്ന പ്രായമാകുന്ന വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയം വരേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നമ്മളൊന്ന് ആഖിറത്തിലേക്ക് എത്തി. നമ്മൾ ആഖിറത്തിലേക്ക് എത്തിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഏട് നമ്മളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ആ ഏടുകളിൽ നമ്മൾക്ക് ഏറ്റവും അധികം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിലായിരിക്കും. ശ്രദ്ധിക്കണം, നമ്മൾക്ക് ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം ബാക്കിയുള്ള കാലഘട്ടം വളരെ എളുപ്പമായി തീരും. ബാക്കിയുള്ള കാലഘട്ടം അല്ലേ, നമ്മൾ പറഞ്ഞു ചെറുപ്പകാലഘട്ടത്തിൽ ഉണ്ടാവുന്ന അത്രയും വഴിതെറ്റിക്കാനുള്ള സാധ്യതകൾ അത് പിന്നീട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ഇത്രയും പ്രയാസമുള്ള ഈ സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിൽ കടിച്ചു പിടിച്ച് നിന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള കാലഘട്ടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവനെ ഇബാദത്ത് ചെയ്യുന്നത് എളുപ്പമാക്കി തരും. അവൻ ഇബാദത്ത് ചെയ്യുന്നത് എളുപ്പമാക്കി തരും. അപ്പൊ ഇങ്ങനെ ചുരുക്കത്തിൽ നമ്മുടെ ഈ പ്രായം, ഈ ഒരു ചെറുപ്പ കാലഘട്ടം, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ ഈ ഒരു അനുഗ്രഹത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ നന്ദി കാണിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ മൊത്തം ആകത്തുക, അതിന്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും അവന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകളായി തീരാൻ സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറു മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങളിൽ അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കാൻ, ആ രണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ഈ ദുനിയാവിൽ തന്നെ അധികം ആളുകൾക്കും സാധിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് അനുഗ്രഹങ്ങൾ. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവു സമയം. ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് ഒഴിവു സമയം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആരോഗ്യവും ഒഴിവു സമയവും ഒരുമിച്ച് ചേരുന്ന സമയമാണ് ഈ സമയം. നമ്മുടെ ചെറുപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ഒരുപാട് ഒഴിവു സമയം ഉണ്ടായിരുന്നു. ഓർമ്മ വെക്കാത്ത പ്രായത്തൊക്കെ ഒരുപാട് ഒഴിവു സമയമുണ്ട്. എന്നാൽ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയോ മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും അന്ന് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ പ്രായം കഴിഞ്ഞ് കുറച്ച് വലുതായി മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, പക്ഷെ ഒഴിവു സമയം ഉണ്ടാവില്ല. നമ്മൾ പല കാര്യങ്ങളിലും, ജോലികളിലോ വീട്ടുകാര്യങ്ങളിലും മറ്റുമൊക്കെ ആയി നമ്മൾ തിരക്കുകൾ കുടുങ്ങിക്കിടക്കുകയായിരിക്കും. പിന്നെയും കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഒഴിവു സമയം ഉണ്ടാവും, പക്ഷെ ആരോഗ്യം ഉണ്ടാവില്ല. ഇത് രണ്ടും നമ്മൾക്ക് ഒരുമിച്ച് കിട്ടുന്ന ഈ സന്ദർഭം, ഇതിനേക്കാൾ നമുക്ക് ആഖിറത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അതിന് എളുപ്പമാകുന്ന മറ്റൊരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഇനി കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരാനിരിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കണ്ട, ഞാൻ പിന്നീട് ഇബാദത്തുകൾ ചെയ്തോളാം എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഞാൻ കുറച്ചുകൂടി വലുതായിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യാം, ഇങ്ങനെ ഒന്നും നമ്മൾ എന്ത് ചെയ്ത് ചിന്തിക്കരുത്. നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഈ സാഹചര്യം, ഈ അവസരം, ഇത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ, മുതലെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം പിന്നീട് എന്നുള്ളത് നമ്മൾക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. നമ്മൾ ആ കാലഘട്ടങ്ങൾ ജീവിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ തന്നെ, ആ കാലഘട്ടം വരെ ജീവിക്കുമെങ്കിൽ തന്നെ ആ കാലഘട്ടം ഇപ്പോൾ ഉള്ളതിനേക്കാൾ തിരക്കുള്ള, നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് തിരക്കും മറ്റു കാര്യങ്ങളും കൂടുകയുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഫ്രീ ആവും എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരികയുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള നമുക്ക് കിട്ടിയ ഈ സമയം അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ, അങ്ങനെ ആഖിറത്തിൽ ഏറ്റവും വലിയ പദവികൾ കരസ്ഥമാക്കുന്ന ആളുകളായി തീരാൻ
നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും അതിന് സഹായിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചെറുപ്പ കാലഘട്ടം ഏറ്റവും നല്ല ഇബാദത്തുകളിൽ, ഏറ്റവും പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളിൽ പരമാവധി ഉപയോഗപ്പെടുത്തി അങ്ങനെ ഏറ്റവും വലിയ പദവിയിലേക്ക് ആഖിറത്തിൽ എത്തിച്ചേരുന്ന ആളുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. ഒരു കാര്യം കൂടി പറയണം, അവസാനിപ്പിക്കാം. ഈ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ സമയത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആഖിറത്തിൽ ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന കാര്യത്തിലാണ്. കച്ചവടക്കാരൻ കച്ചവടം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പോലെ നമ്മുടെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ, യൗവനത്തിൽ, ഈ ഒരു ഗോൾഡൻ ചാൻസിൽ, ഇനി കിട്ടാനില്ലാത്ത ഈ ഒരു പ്രായത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് സ്വർഗത്തിൽ നമ്മളെ ഏറ്റവും വലിയ പദവിയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലാണ്. ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വലിയ പദവി കിട്ടുന്ന കാര്യം എന്താണോ, ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം എന്താണോ, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സമയം മെനക്കെടുത്തേണ്ടത്. അതിലാണ് ഈ നമ്മുടെ യൗവനം ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചെയ്തവനാണ് ഏറ്റവും വലിയ ബുദ്ധിശാലി. അങ്ങനെ ചെയ്തവനാണ് ഏറ്റവും വലിയ ലാഭം കിട്ടിയത്. എന്താണ് ആ കാര്യം? ദീൻ പഠിക്കലാണ്. ദീൻ പഠിക്കുന്നതിൻ്റെ അതുകൊണ്ട് കിട്ടുന്ന അത്രയും പ്രതിഫലം വേറൊരൊറ്റൊരു പ്രവർത്തനം കൊണ്ട് നമുക്ക് കിട്ടൂല. എന്നുവെച്ചാൽ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഫറലായി നിശ്ചയിച്ച ഫറദ് നിസ്കാരം, ഫറദ് നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഫറലായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പിന്നെ ദീൻ പഠിക്കുന്നത് കൊണ്ട് കിട്ടുന്ന അത്രയും പ്രതിഫലം വേറൊരൊറ്റൊരു പ്രവർത്തനം കൊണ്ടും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഏറ്റവും കൂടുതൽ പ്രതിഫലം നമുക്ക് കിട്ടാനുള്ളത് ദീൻ പഠനത്തിലൂടെയാണ്. അപ്പോൾ ഒരാൾ അവന്റെ ചെറുപ്പ കാലഘട്ടം ദീൻ പഠനത്തിനായി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. അവനാണ് ആഖിറത്തിൽ ഏറ്റവും വലിയ ലാഭം കിട്ടിയവൻ. അവനേക്കാൾ വലിയ ഉയർന്ന പദവിയിൽ ആഖിറത്തിൽ വേറെ ആരും ഉണ്ടാവില്ല. ആഖിറത്തിൽ മറ്റാരും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സമയം പരമാവധി ദീൻ പഠിക്കുന്നതിലേക്ക് എന്ത് ചെയ്യുക? വിനിയോഗിക്കുക. അതിലേക്ക് തിരിച്ചുവിടുക. ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രത്തോളം നമ്മളെ മുഴുക്കാൻ സാധിക്കുമോ അത്രത്തോളം നമ്മളെ അതിൽ മുഴുക്കി നമ്മൾ ഈ ഒരു യൗവനം ഇൽമിൽ തന്നെ അങ്ങനെ തന്നെ തുടർത്തി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പദവിയിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് എത്തിച്ചേരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരും അതിന് സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.